Good morning. Today we starting chapter harmonic oscillator. ഈ ചാപ്റ്ററിൽ നമുക്ക് ഹാർമോണിക് ഓസിലേറ്ററിനെ കുറിച്ചും ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ അതേപോലെ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ആൻഡ് അൺഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ റെസണൻസ് ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഹാർമോണിക് ഓസിലേറ്റർ ആണ്. We know that by the term harmonic oscillator we mean that the motion of a mass on a spring. It is an example for harmonic oscillator. അതായത് ഒരു സ്പ്രിങ്ങിൽ ഒരു മാസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓസിലേഷൻ ഒരു ഹാർമോണിക് ഓസിലേഷൻ ആയിരിക്കും. അപ്പൊ അതിനെ നമുക്ക് ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് പറയാം. ഒരു ഹാർമോണിക് ഓസിലേറ്ററിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫോഴ്സ് ആൻഡ് മോഷൻ എന്ന ഭാഗങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ്. ആ സമയത്തെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഐഡിയൽ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഫ്രിക്ഷൻ ഈസ് ആബ്സെന്റ്, അതേപോലെ തന്നെ വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എന്നുള്ള രൂപത്തിലാണ് നമ്മൾ എടുക്കുക. ഇനി ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ മോഷൻ കറക്റ്റായിട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് വിത്തൗട്ട് എനി ഒമിഷൻ, അതായത് ഐഡിയൽ കേസ് അല്ലാത്ത ആക്ച്വൽ പ്രാക്ടീസ്, ഇൻ പ്രാക്ടീസിൽ നമ്മൾ ഒരു ഹാർമോണിക് ഓസിലേറ്ററിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഹാർമോണിക് ഓസിലേറ്റർ മീൻസ് നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ ഒരു സ്പ്രിങ്ങിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു മാസിന്റെ മോഷൻ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഹാങ്ങിന്റെ കേസ് ആദ്യം അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ സർഫസ്. ഓക്കെ, നമുക്ക് അങ്ങനത്തെ ഒരു കേസ് ഒന്നിന്റെ ഒരു ഇതൊന്ന് നോക്കി നോക്കാം. ദറ്റ് ഈസ് ആൻ ആനിമേഷൻ. ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ ആനിമേഷൻ ആണ്. ഇതില് ഈ ബ്ലോക്കിന്റെ മാസ് 1 കിലോഗ്രാം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പ്രിംഗ് കോൺസ്റ്റന്റ്, സ്പ്രിങ്ങിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് 80 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത് എന്ത് തന്നെയാണ്, ഒരു ഫ്രിക്ഷൻലെസ് സർഫസ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത്, കാരണം ഇവിടെ ഒരു ഗ്രാഫ് പോയിന്റുകൾ നോക്കുക, എക്സ് ഇസ് ഈക്വൽ ടു 0, അതായത് ഇത് മാക്സിമം എലോങ്ങേഷനിൽ നിൽക്കുന്ന രൂപത്തിലാണ്. അതായത് നമ്മൾ മാക്സിമം എക്സിലാണ് ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്, അതിനെ എലോങ്ങേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഇതിനെ അബൌട്ടായിട്ട് അത് ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ഭാഗത്ത് ഇതിൻ്റെ ഗ്രാഫ്സ് പ്ലോട്ട് ചെയ്യുന്നത് കാണാം. അതേപോലെ തന്നെ ഇതതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും അതേപോലെ തന്നെ കൈനറ്റിക് എനർജിയുടെ കർവാണ് കാണിക്കുന്നത്. അതിലതിൻ്റെ വാരിയേഷൻസ് കാണാൻ പറ്റും.
റൺ ചെയ്ത് നോക്കുകയാണ്. വളരെ സ്പീഡിലാണ്. ഒന്ന് ജസ്റ്റ് റീസെറ്റ് ചെയ്ത് ഓക്കെ. മാക്സിമത്തിലെത്തുന്ന സമയത്ത് പൊസിഷൻ മാക്സിമം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഈ ഗ്രാഫും കൂടെ അനലൈസ് ചെയ്യുക. ഇനി നോക്കുക, എൻ പോയിന്റിൽ എത്തുന്ന സമയത്ത്, 2 എൻ പോയിന്റുകളിൽ എത്തുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, കൈനറ്റിക് എനർജി മിനിമം. ഈ എൻഡിലും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, കൈനറ്റിക് എനർജി മിനിമം. ഇനി ഇക്വിലിബ്രിയം പോയിന്റിൽ എങ്ങനെയാണ്? പൊട്ടൻഷ്യൽ എനർജി മിനിമം, കൈനറ്റിക് എനർജി മാക്സിമം. ഓക്കെ. ഇത് കാണിക്കുന്നത് ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ പൊസിഷൻ ചേഞ്ച്, വെലോസിറ്റി, ആക്സലറേഷൻ, അതേപോലെ തന്നെ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. ഓക്കെ. ഇനി ഈ ചാപ്റ്ററിൽ ഇത് കൂടാതെ നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ കൂടാതെ നമ്മൾ ചെയ്യുന്നത്, ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ ഫ്രിക്ഷനും കൂടെ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ കണ്ടിട്ടുള്ള ഹാർമോണിക് ഓസിലേറ്റർ ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ അത് മൂവ് ചെയ്യുന്നത്, ആ സർഫസിന് ഫ്രിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ഓസിലേഷൻ്റെ ശേഷവും അതിനുണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. ആംപ്ലിറ്റ്യൂഡ് കുറയുന്ന സമയത്ത് തൊട്ടടുത്തതിൽ ഓരോ അടുത്ത കേസുകളിലും ആംപ്ലിറ്റ്യൂഡ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ആ ടൈപ്പ് ഹാർമോണിക് ഓസിലേറ്റേഴ്സിനെയാണ് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. അതായത് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നു. അതുകൊണ്ടാണ് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് പറയുന്നത്. ഇനി ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, എക്സ്റ്റേണൽ ഒരു സ്റ്റിമുലസ് അതിന് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു എക്സ്റ്റേണൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന ബിഹേവിയർ, അതിനെയാണ് ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്റർ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇതും നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് റിവ്യൂ ചെയ്യുന്നു. നമുക്കറിയാം ഒരു ഹാർമോണിക് ഓസിലേറ്റർ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള കേസിൽ എ മാസ് എം, it is moving under the influence of the spring force F is equal to minus kx. അത് ഫോഴ്സ് F is equal to minus kx ആണ്. അവിടെ x എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. ഇനി ഫോഴ്സ് നമുക്ക് അറിയാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രിക്ഷൻ നെഗ്ലക്ട് ചെയ്യുന്നു, എക്സ്റ്റേണൽ ഫോഴ്സസ് നെഗ്ലക്ട് ചെയ്യുന്നു. അതായത് ഗ്രാവിറ്റി ഒക്കെ ഇവിടെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ സർഫസ് എടുത്തിട്ടുള്ളത്. ഇനി അപ്പം അങ്ങനെ നമ്മൾ ഇക്വേഷൻ മോഷൻ എം ഐ ഈസ് ഈക്വൽ ടു എഫ് അല്ലെങ്കിൽ എം എക്സ് ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആയിട്ട് എഴുതി. ഇതിനൊന്നും നമ്മൾ മാറ്റി എഴുതാണ്. ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? നമ്മളിവിടെ ആ ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാണ്, ഒന്ന് മാറ്റി എഴുതാണ്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ
എം എക്സ് ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ്. അതിലെ ടേമുകൾ നമ്മൾ ആ സൈഡിലെ ടേമിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ഇക്വേഷനെ ത്രൂ ഔട്ട് എം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ ആ കെ ബൈ എമ്മിനെ എന്തായിട്ട് അസ്യൂം ചെയ്യുന്നു, കെ ബൈ എം ഇസ് ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം, എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ 0 സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0, വേർ ഒമേഗ 0 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, റൂട്ട് ഓഫ് കെ ബൈ എം ആയിരിക്കും. ഇനി ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലേ. ആക്ച്വലി ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ്, ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു ബി സൈൻ ഒമേഗ 0 ടി പ്ലസ് സി കോസ് ഒമേഗ 0 ടി ആയിരിക്കും. ഓക്കെ, അവിടെ ബിയും സിയും സം ആർബിട്രറി കോൺസ്റ്റൻസ് ആണ്. അതെന്തുപയോഗിച്ച് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം, പൊസിഷൻ്റെയും വെലോസിറ്റിയുടെയും ഇനീഷ്യൽ കണ്ടീഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ +2 ലെവലിൽ ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടിട്ടുള്ളത് വേറെ രൂപത്തിലായിരിക്കും. ആ ഒരു സ്റ്റാൻഡേർഡ് ഫോം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ബി എന്നുള്ള ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ സി എന്നുള്ള ക്വാണ്ടിറ്റിയും സം കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ ഈ രൂപത്തിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ബി സീക്വൽ ടു മൈനസ് എ സൈൻ ഫൈ, സി സീക്വൽ ടു എ കോസ് ഫൈ, ഈ രൂപത്തിൽ നമ്മൾ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം, അതായത് ബിക്ക് പകരം എന്തെഴുതുന്നു, ബിക്ക് പകരം എന്താ എഴുതുന്നത്, ഇക്വേഷനിൽ നമ്മൾ മാറ്റി എഴുതുമ്പോൾ എ കോസ് ഫൈ, കാരണം ഇവിടെ സിയുടെ പകരം ഇപ്പോൾ ഈ ഫസ്റ്റ് ടേം ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത് സിക്ക് പകരം എ കോസ് ഫൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് വരും, എ കോസ് ഫൈ കോസ് ഒമേഗ 0 ടി, അത് ഫസ്റ്റ് ടേം ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ബിക്ക് പകരം മൈനസ് എ സൈൻ ഫൈ, മൈനസ് എ സൈൻ ഫൈ സൈൻ ഒമേഗ 0 ടി, അത് സെക്കൻഡ് ടേം ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി എ എന്നുള്ള ക്വാണ്ടിറ്റീനെ നമ്മൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ ഇൻറ്റു കോസ് ഫൈ കോസ് ഒമേഗ 0 ടി മൈനസ് സൈൻ ഫൈ സൈൻ ഒമേഗ 0 ടി. ഇത് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്തിൻ്റെ എക്സ്പാൻഷനാണ്, കോസ് എ പ്ലസ് ബിയുടെ എക്സ്പാൻഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി എ ഇൻറ്റു കോസ് ഓഫ് ഒമേഗ 0 ടി പ്ലസ് ഫൈ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫോം ഇതായിരിക്കും. ഇനി ഇവിടെ നമ്മൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി, അതായത് ഇപ്പോൾ ഇവിടെ കിട്ടുന്ന, അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ ഉപയോഗിച്ച് ഇവിടെ കിട്ടുന്ന എക്സ്പ്രഷനെ വേറൊരു സ്റ്റാൻഡേർഡ് ഫോമിൽ, അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. ഓക്കെ, ബട്ട് അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റി, നമുക്കറിയാവുന്ന സ്റ്റാൻഡേർഡ് ഫോമിൽ, അതായത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫോം ഇതായിരിക്കും, അല്ലെങ്കിൽ ഇതിനെയാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോമായിട്ട് നമ്മൾ പറയുക. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമ്മൾ ഇതിനെ മാറ്റി. ഓക്കെ, ഇനി അവിടെ സ്റ്റാൻഡേർഡ് ഫോമിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫേസ് ആയിട്ട് നമ്മൾ പറയും. അത് നമ്മൾ അടുത്ത ഇതിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ, അതായത് ബിയും സിയും എയും തമ്മിലുള്ള കണക്ഷൻ ഒബ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം, ലുക്ക് അറ്റ് ഹിയർ. ഇവിടെ നമുക്കറിയാം സി ഈസ് ഈക്വൽ ടു എ കോസ് ഫൈ, ബി ഈസ് ഈക്വൽ ടു എ സൈൻ ഫൈ. ബി സ്ക്വയർ എന്തായിരിക്കും, ബി സ്ക്വയർ മസ്റ്റ് ബി ഈക്വൽ ടു, സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് എല്ലാം പോവും, എ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ. ഇനി സി സ്ക്വയർ എന്തായിരിക്കും,
സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ കോസ് സ്ക്വയർ 5. ഇനി അത് രണ്ടൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇറ്റ് ഈസ് എന്തായിരിക്കും? ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ, കോമൺ ആയിട്ട് ഔട്ട് സൈഡിൽ എഴുതാം, കോസ് സ്ക്വയർ 5 പ്ലസ് സൈൻ സ്ക്വയർ 5. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 ആയിരിക്കും. ദെൻ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ദെൻ എ ഈസ് ഈക്വൽ ടു വാട്ട്? എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇനി അതേപോലെ തന്നെ ഈ ഇക്വേഷനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ബി ബൈ സി എന്തായിരിക്കും നമുക്ക് കിട്ടുക? ബി ബൈ സി ഈസ് ഈക്വൽ ടു വാട്ട്? ബി ബൈ സി ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മൈനസ് എ സൈൻ 5 ഡിവൈഡഡ് ബൈ എ കോസ് 5. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എ ക്യാൻസൽ ചെയ്യും. ഇറ്റ് ഈസ് ടാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ടാൻ 5 ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ സി ആയിട്ട് ഡിനോട്ട് ചെയ്തു. ദെൻ 5 മസ്റ്റ് ബി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മൈനസ് ബി ബൈ സി. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷനാണ് നമ്മൾ കാണിച്ചത്. സൊല്യൂഷനിൽ നമ്മൾ രണ്ട് സൊല്യൂഷനും ഓർത്ത് വെക്കണം. ഫസ്റ്റ് ടൈപ്പ് സൊല്യൂഷനിൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എക്സ് ഇസ് ഈക്വൽ ടു ബി സൈൻ ഒമേഗ 0t പ്ലസ് സി കോസ് ഒമേഗ 0t. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ 0t പ്ലസ് 5. ഇനി എക്സ്പ്രഷനിൽ ഇതിനെക്കുറിച്ചുള്ള നെയിമിങ്ങുകൾ, അതായത് ഓരോ ക്വാണ്ടിറ്റികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറയുന്നു. ഇവിടെ എക്സ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്. ഇറ്റ് ഈസ് ദി ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്. ഏതെങ്കിലും ഒരു ടി സമയത്തുള്ള അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എക്സ് എന്നുള്ളത് കാണിക്കുന്നത്. ഇനി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. എ ഈസ്, അല്ലെങ്കിൽ അതിനെന്താ പറയുക? ആംപ്ലിറ്റ്യൂഡ്. എ ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി മോഷൻ മെഷേർഡ് ഫ്രം 0 ഡിസ്പ്ലേസ്മെൻറ്റ് ടു എ മാക്സിമം. ഇനി ഒമേഗ 0 എന്താണ്? ഒമേഗ 0 ഇസ് ദി ആംഗുലാർ ഫ്രീക്വൻസി. ഒമേഗ 0 ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. ഇനി ഒമേഗ 0 എന്നുള്ളത് ആംഗുലാർ ഫ്രീക്വൻസിയാണ്, അതും സർക്കുലാർ ഫ്രീക്വൻസി. സർക്കുലാർ ഫ്രീക്വൻസിനെ നിങ്ങൾ മേ ബി എഫ് ഉപയോഗിച്ചിട്ടായിരിക്കാം ചെയ്തിരിക്കുന്നത്. അതായത് ഒമേഗയും ഫ്രീക്വൻസിയും തമ്മിലുള്ള കണക്ഷൻ ഒമേഗ ഇസ് ഈക്വൽ ടു 2π എഫ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ 5ക്ക് പകരം 2π എഫ്. എഫിന് പകരം എന്ത് ഉപയോഗിക്കും? ന്യൂ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഗ്രീക്ക് ലെറ്റേഴ്സിലെ ന്യൂ ഏകദേശം വിയുടെ പോലെയാണ്, വി എഴുതുന്ന പോലെയാണ് എഴുതുക. ആ രൂപത്തിലാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സ്പ്രഷൻ ഒമേഗ 0 ഇസ് ഈക്വൽ 2π ന്യൂ ആണ്. ദെൻ ഫ്രീക്വൻസി ന്യൂ ഇസ് ഈക്വൽ ടു 2. എങ്ങനെ കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ 0 ഡിവൈഡഡ് ബൈ 2π. ഓക്കെ, ഒമേഗ 0 ബൈ 2π. ഇനി 5 ഈസ് ദി ഫേസ് ആംഗിൾ. ഓക്കെ, ഇനി ഒരു വേവിൻ്റെ, അതായത് ഈ കേസിൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ടൈം റിക്വയർഡ് ടു എക്സിക്യൂട്ട് 1 കംപ്ലീറ്റ് സൈക്കിൾ. ഓക്കെ, ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന സമയത്തിനെയാണ് ടൈം പീരീഡ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞ ആ കേസാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമ്മൾ എന്താ പറഞ്ഞത്? ഇനീഷ്യൽ കണ്ടീഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ഇവാലുവേറ്റ് ചെയ്യാം? ആ കോൺസ്റ്റൻസുകൾ എ, അതായത് ബി, സി അല്ലെങ്കിൽ എ. ആദ്യത്തെ ഫോമിലാണെങ്കിൽ ബിയും സിയും ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഫോമിലാണെങ്കിൽ എ ആണ് ഇവാലുവേറ്റ് ചെയ്യുക. എ ആൻഡ് 5 ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫോമാണ് എടുത്തിട്ടുള്ളത്. എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു നോക്കുക, ബി സൈൻ ഒമേഗ 0t പ്ലസ് സി കോസ് ഒമേഗ 0t. ഓക്കെ, നമ്മൾ ഇനീഷ്യൽ ടൈം സെറ്റ് ചെയ്യാണ്. ടി ഈസ് ഈക്വൽ ടു 0. ടി ഈക്വൽ ടു 0 ആ സമയത്തെ
പൊസിഷനെ നമ്മൾ എന്തായിട്ട് x0 ആയിട്ടും ആ സമയത്തെ വെലോസിറ്റീനെ v0 ആയിട്ടും അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അറ്റ് ടൈം t is equal to 0, x of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പൊസിഷൻ അറ്റ് ദ ടൈം t. അതേപോലെ തന്നെ v of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ആണ്, വെലോസിറ്റി അറ്റ് ദി ടൈം t. അപ്പോൾ നമുക്ക് t is equal to 0 എന്നുള്ള സമയത്തെ പൊസിഷനെ x0, വെലോസിറ്റീനെ v0 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. x of t നമുക്ക് എന്താണെന്ന് ഇവിടെ എക്സ്പ്രഷൻ അറിയാം. ഇനി വെലോസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടൈം ഡെറിവേറ്റീവ് കണ്ടാൽ മതി. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? dx ഡിവൈഡഡ് ബൈ dt, അത് വെലോസിറ്റി ആയിട്ട് എഴുതി അല്ലെങ്കിൽ x ഡോട്ട് ആയിട്ട് എഴുതി. ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ബി കോൺസ്റ്റന്റ് ആണ്, അതിനെ ഔട്ട് സൈഡിൽ നിർത്തി സൈൻ ഒമേഗ 0t. വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് നമ്മൾ ചെയ്യുന്നത്. സൈൻ ഒമേഗ 0t ഒമേഗ 0 കോൺസ്റ്റന്റ് ആണ്. സൈൻ ഒമേഗ 0tയുടെ ഡിഫറൻഷ്യൽ കാണുന്ന സമയത്ത് സൈൻ ഒമേഗ 0tയുടെ ഡിഫറൻഷ്യൽ കോസ് ഒമേഗ 0t എന്നുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും ഇൻറ്റു ഒമേഗ 0, ആ കോൺസ്റ്റന്റ് കൂടെ വരും. അതേപോലെ തന്നെ ഈ ഭാഗത്ത് പ്ലസ് സീനെ നമ്മൾ അവിടെ കോൺസ്റ്റന്റ് ആക്കി നിർത്തി കോസ് ഒമേഗ 0tയുടെ ഡിഫറൻഷ്യൽ മൈനസ് സൈൻ ഒമേഗ 0t, മൈനസ് നെഗറ്റീവ് ആണ്, മൈനസ് സൈൻ ഒമേഗ 0t ഇൻറ്റു ഒമേഗ. അപ്പോൾ അതുകൊണ്ട് ആ നെഗറ്റീവ് മൈനസ് ആയത് മൈനസ് ക്വാണ്ടിറ്റി ഇവിടേക്ക് കൊടുത്തു. ദെൻ ഒമേഗ 0c ഇൻറ്റു സൈൻ ഒമേഗ 0t. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ആ ഇനീഷ്യൽ കണ്ടീഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് കണ്ടീഷൻ നമുക്കറിയാം എക്സ് ഓഫ് 0 ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് 0. അതായത് ഫസ്റ്റ് എക്സ്പ്രഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടി ഇസ് ഈക്വൽ ടു 0 ആയിട്ട് കൊടുക്കുന്നു. ദെൻ ബി സൈൻ ഓഫ് ഒമേഗ 0 ഇൻറ്റു 0, ഓക്കെ, പ്ലസ് സി കോസ് ഒമേഗ 0 ഇൻറ്റു 0. അതായത് ഇവിടെ എന്താ വരിക? ഈ ടേം 0 ആയിട്ട്, അതായത് സൈൻ 0 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആയിട്ട് പോയി. ഇനി കോസ് 0 1 ആണ്. ദെൻ നമുക്ക് കിട്ടുന്നത് ഇവിടെ സി മാത്രം വരും. സി മസ്റ്റ് ബി ഈക്വൽ ടു എക്സ് ഓഫ് 0. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എന്ത് ചെയ്യുന്നു? വി ഓഫ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ വി ഓഫ് ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? അതിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് ടൈമിന് എത്രയായിട്ട് കൊടുക്കണം? ടൈം ഇസ് ഈക്വൽ ടു 0 ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. ദെൻ വി ഓഫ് 0 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടെ ഒമേഗ 0 ബി അവിടെ തന്നെയുണ്ട്, കോസ് ഒമേഗ 0 ഇൻറ്റു 0 മൈനസ് ഒമേഗ 0 ഇൻറ്റു സി സൈൻ ഒമേഗ 0 ഇൻറ്റു 0. ഇനി ഇവിടെ സൈൻ ഒമേഗ 0 ഇൻറ്റു 0 സൈൻ 0 ആണ്. അപ്പോൾ ഈ ടേം ക്യാൻസൽ ചെയ്ത് പോയി. കോസ് ഒമേഗ 0 ഇൻറ്റു 0, കോസ് 0 ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇത് കോസ് 0 1 ആയി, അതായത് ഇത് 1 ആയി. അപ്പോൾ v0 ഈക്വൽ ടു ഒമേഗ 0 ഇൻറ്റു ബി കിട്ടി. ദെൻ ബി ഇസ് ഈക്വൽ ടു വി ഓഫ് 0 ഡിവൈഡഡ് ബൈ ഒമേഗ 0. ഇനി ഇതിന് പകരം നമ്മൾ അടുത്ത ഫോമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് സ്റ്റാൻഡേർഡ് ഫോം എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ 0t പ്ലസ് 5. ഇവിടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് എ എന്നുള്ള ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ 5 എന്നുള്ള ക്വാണ്ടിറ്റിയാണ്. നമുക്ക് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ വേണം. വെലോസിറ്റി എക്സ്പ്രഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇതിനെ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ എന്ത് കിട്ടും? എനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തി കോസ് ഒമേഗ 0t പ്ലസ് 5. ഓക്കെ, കോസ് ഒമേഗ 0t പ്ലസ് 5. കോസ് ഒമേഗ 0t പ്ലസ് 5യുടെ ഡെറിവേറ്റീവ് സൈൻ കോസിൻ്റെ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ് വരിക, മൈനസ് സൈൻ ഒമേഗ 0t പ്ലസ് 5 ഇൻറ്റു ഒമേഗ 0. കാരണം ഇവിടെ ഒമേഗ 0tനെ വീണ്ടും ഡിഫറൻഷിയേഷൻ നടത്തുമ്പോൾ നമുക്ക് ഒമേഗ 0 എന്ന് മാത്രം കിട്ടും. കാരണം ഇത് കോൺസ്റ്റന്റ് ടേം ആണ്, അത് 0 ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് രണ്ട് എക്സ്പ്രഷൻ കിട്ടി. എക്സ് ഓഫ് ടി അറിയാം, വി ഓഫ് ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ എക്സ് ഓഫ് 0 ഇവാലുവേറ്റ് ചെയ്യണം. എക്സ് ഓഫ് 0 ഇസ് ഈക്വൽ ടു വാട്ട്? എക്സ് ഓഫ് 0 ഇസ് ഈക്വൽ ടു എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എക്സ് ഓഫ് 0 ഇസ് ഈക്വൽ ടു എ കോസ്
എ കോസ് ഒമേഗ 0 ഇൻറ്റു 0 പ്ലസ് 5 എന്തായിരിക്കും? ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഒമേഗ 0 ഇൻറ്റു 0 0 ആണ്, 0 പ്ലസ് 5 5 ആണ്. ദെൻ എക്സ് 0 ഇസ് ഈക്വൽ ടു എ കോസ് 5. ഇനി വി ഓഫ് 0 ഇസ് ഈക്വൽ ടു വാട്ട്? വി ഓഫ് 0 ഇസ് ഈക്വൽ ടു നോക്കാം, അതായത് മൈനസ് എ ഒമേഗ 0നെ അവിടെ നിർത്തി. ഇനി എന്ത് ചെയ്യണം? സൈൻ ഒമേഗ 0 ഇൻറ്റു 0 പ്ലസ് 5. ഓക്കെ, ഒമേഗ 0 ഇൻറ്റു 0 0 ആണ്, പ്ലസ് 5 5. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് മൈനസ് എ, കാരണം സൈൻ 5 ആണ് ഇവിടെ വരുന്നത്, മൈനസ് എ ഒമേഗ 0 സൈൻ 5. ഓക്കെ, ഇപ്പം ഈ രണ്ട് എക്സ്പ്രഷൻ, അതായത് എക്സ് ഓഫ് 0 നമുക്ക് കിട്ടിയിട്ടുള്ളത്, എക്സ് ഓഫ് 0 എന്ത് കിട്ടി? ഇറ്റ് ഈസ് എ കോസ് 5 എന്നും വി ഓഫ് 0 നമുക്ക് കിട്ടിയിട്ടുള്ളത് മൈനസ് എ ഒമേഗ 0 സൈൻ 5 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് എന്താണ് വേണ്ടത്? എക്ക് എക്സ്പ്രഷൻ വേണം, അതേപോലെ തന്നെ ഫൈക്കും എക്സ്പ്രഷൻ വേണം. എയുടെ എക്സ്പ്രഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത് ഏതിൻ്റെ ടേമിലാണ്? കാരണം ഇപ്പം ഇവിടെ നോക്കുക, എ ഇസ് ഈക്വൽ ടു ഒരു എക്സ്പ്രഷൻ ഇതിൽ നിന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എ മസ്റ്റ് ബി ഈക്വൽ ടു എക്സ് ഓഫ് 0 ഡിവൈഡഡ് ബൈ കോസ് 5 ആയിരിക്കും. ഇവിടെ ചെയ്യുമ്പോൾ എ മസ്റ്റ് ബി ഈക്വൽ ടു വേറെ രൂപത്തിലാണ് എക്സ്പ്രഷൻ കിട്ടുക. അപ്പം നമ്മൾ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ്? എ കോസ് 5 ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് 0 മൈനസ് എ സൈൻ 5, മൈനസ് എ സൈൻ 5. അതിന് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒമേഗ 0നെ ഈ സൈഡിലേക്ക് മാറ്റുന്നു. ദെൻ വി ഓഫ് 0 ഡിവൈഡഡ് ബൈ ഒമേഗ 0. ഇതിനെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുന്നു. നേരത്തെ കേസിൽ നമ്മൾ ചെയ്ത പോലെ, ഫസ്റ്റ് കേസിലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നടത്തിയിരുന്ന പോലെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുന്നു. ദെൻ എ സ്ക്വയർ കോസ് സ്ക്വയർ 5 പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ 5 ഇസ് ഈക്വൽ ടു ഈ ഭാഗത്ത് എക്സ് സ്ക്വയർ ഓഫ് 0 അല്ലെങ്കിൽ എക്സ് ഓഫ് 0 സ്ക്വയർ പ്ലസ് വി ഓഫ് 0 ഡിവൈഡഡ് ബൈ ഒമേഗ 0 സ്ക്വയർ. ഇനി എ സ്ക്വയറിനെ കോമൺ ആയിട്ട് നിർത്തി കോസ് സ്ക്വയർ 5 പ്ലസ് സൈൻ സ്ക്വയർ 5 എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് 0 സ്ക്വയർ പ്ലസ് വി ഓഫ് 0 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ 0 സ്ക്വയർ. അപ്പോൾ നമുക്ക് ആ എക്സ്പ്രഷൻ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് 5 വാല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് എക്സ്പ്രഷനെ ഫസ്റ്റ് എക്സ്പ്രഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ക്യാൻസൽ ചെയ്യും? എ ക്യാൻസൽ ചെയ്ത് പോവും. ദെൻ നമുക്ക് എന്ത് കിട്ടി? മൈനസ് എ സൈൻ 5 ഡിവൈഡഡ് ബൈ എ കോസ് 5 ഈസ് ഈക്വൽ ടു ഈ സൈഡിൽ വി ഓഫ് 0 ഡിവൈഡഡ് ബൈ ഒമേഗ 0 ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് 0. അതിനെ നമ്മൾ എങ്ങനെ എഴുതി? വി 0 ഡിവൈഡഡ് ബൈ ഒമേഗ 0 ഇൻറ്റു എക്സ് ഓഫ് 0. അതെന്താ കിട്ടിയത്? ടാൻ 5. ഇപ്പം ടാൻ 5 ഇവിടെ മൈനസ് ടാൻ 5 മൈനസ് ഉണ്ട് ഇവിടെ. ഇപ്പം മൈനസ് ടാൻ 5 കിട്ടി, ആ മൈനസിനെ ഈ സൈഡിലേക്ക് മാറ്റി. ദെൻ ടാൻ 5 is equal to മൈനസ് വി ഓഫ് 0 ഡിവൈഡഡ് ബൈ ഒമേഗ 0 ഇൻറ്റു എക്സ് ഓഫ് 0. അതിൽ നിന്ന് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് മൈനസ് വി ഓഫ് 0 ഡിവൈഡഡ് ബൈ ഒമേഗ 0 ഇൻറ്റു എക്സ് ഓഫ് 0. അപ്പോൾ എ ഒബ്റ്റെയിൻ ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് 5 എന്നുള്ള ക്വാണ്ടിറ്റി നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ഇവാലുവേറ്റ് ചെയ്തു? ആ കോൺസ്റ്റൻസിനെ ഇവാലുവേറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് കേസിലുള്ള കോൺസ്റ്റന്റുകൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ എനർജി ക്വാണ്ടിറ്റീസ്. നമുക്കറിയാം ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു യു ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇതെവിടെ നിന്നാണ് വരുന്നത് നമുക്കറിയാം. ഓക്കെ, അതായത് ഫോഴ്സിനെ വർക്ക് ഡൺ എന്നുള്ള ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി കൂടുതലായിട്ട് പറയുന്നില്ല. ദെൻ യു ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ 0 ടി പ്ലസ് 5 ആയിരുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് അതിനെ സ്ക്വയർ ചെയ്തു. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി അതേപോലെ നമ്മൾ എഴുതി. ഇനി കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ്
എം വി സ്ക്വയർ ആണ്. 1 ഡയമെൻഷൻ ഹാർമോണിക് ഓസിലേറ്റർ ആയതുകൊണ്ട് വി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡോട്ട് സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ വെലോസിറ്റി സ്ക്വയർ ആണ്. അതേപോലെ തന്നെ വെലോസിറ്റി നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. വെലോസിറ്റി എന്തായിരുന്നു? എക്സ് ഡോട്ട്, എക്സിന്റെ വാല്യൂ എന്തായിരുന്നു? എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ 0 ടി പ്ലസ് 5 ആയിരുന്നു. എക്സ് ഡോട്ട് ആണെങ്കിലോ എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ 0 സൈൻ ഒമേഗ 0 ടി പ്ലസ് 5 അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ ഒമേഗ 0 സ്ക്വയർ സൈൻ സ്ക്വയർ. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2 എം, കാരണം എം ഓൾറെഡി ഇവിടെ ഉള്ളതാണ്, എം ഒമേഗ 0 സ്ക്വയർ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ 0 ടി പ്ലസ് 5. ഇനി ഇവിടെ നോക്കുക, ഈ ക്വാണ്ടിറ്റി എം ഒമേഗ 0 സ്ക്വയർ, അതായത് ഒമേഗ 0 എന്തായിരുന്നു? ഒമേഗ 0 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം ആയിരുന്നു അല്ലേ? ഒമേഗ 0. ഓക്കെ, അല്ലെങ്കിൽ ഒമേഗ 0 സ്ക്വയർ എന്തായിരുന്നു? ഒമേഗ 0 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ ആയിരുന്നു. അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ബൈ എം ആണ്. ഓക്കെ, അപ്പോൾ ഒമേഗ സ്ക്വയർ കെ ബൈ എം ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് അതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? കെ മസ്റ്റ് ബി ഈക്വൽ ടു വാട്ട്? കെ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഒമേഗ 0 സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് എം ഒമേഗ 0 സ്ക്വയറിന് പകരം നമ്മൾ കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2 കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ 0 ടി പ്ലസ് 5 ആയിട്ട് കിട്ടും. അപ്പോൾ കൈനറ്റിക് എനർജി ഈ രൂപത്തിൽ കിട്ടി. ഇനി പൊട്ടൻഷ്യൽ എനർജി ഈ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ബാക്കിയുള്ള എനർജീനെല്ലാം നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ 1/2 കെ എ സ്ക്വയർ, അങ്ങനെ രണ്ടിലും കെ എ സ്ക്വയർ കോമൺ ആയിട്ടുണ്ട്, ഇൻറ്റു കോസ് സ്ക്വയർ ഒമേഗ 0 ടി പ്ലസ് സൈൻ സ്ക്വയർ ഒമേഗ 0 ടി പ്ലസ് 5. ഓക്കെ, ഈ ക്വാണ്ടിറ്റി 1 ആയിട്ട് മാറും. ദെൻ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ എ സ്ക്വയർ. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നു? അതായത് ഹാഫ് കെ എ സ്ക്വയർ. ഹാഫ് കെ എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എന്നുള്ളത് എന്താണ്? റൂട്ട് ഓഫ് കെ ബൈ എം ആണ്. എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ കേസിൽ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അതായത് ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്, ഒരു ഐഡിയൽ ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി കോൺസ്റ്റന്റ് ആണ് 1/2 കെ എ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിലെ ആവറേജ് എനർജി എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇത് ആവറേജ് പൊട്ടൻഷ്യൽ എനർജിയും ആവറേജ് കൈനറ്റിക് എനർജിയും. അപ്പോൾ അത് ആവറേജ് എനർജി, അതായത് സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും ആവറേജ് എനർജി എന്താണെന്നറിയണം. അതേപോലെ തന്നെ സൈൻ സ്ക്വയർ തീറ്റയുടെയും കോസ് സ്ക്വയർ തീറ്റയുടെയും ആവറേജ് എനർജി എന്താണെന്നറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ആ ആവറേജ് എനർജി എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത്, ഇത് ബ്ലൂ കളറിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത് സൈൻ തീറ്റയുടെ ഗ്രാഫാണ്. റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത് സൈൻ സ്ക്വയർ തീറ്റയുടെ ഗ്രാഫാണ്. അതായത് ബ്ലൂ കളറിൽ കാണുന്നത് ഇറ്റ് ഈസ് സൈൻ, ഇവിടെ ഉള്ളത് സൈൻ സ്ക്വയർ. വാരിയേഷൻ നോക്കുക. അതായത് ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ ആവുന്ന സമയത്ത് പോസിറ്റീവ് പോർഷനിൽ മാത്രമാണ് അതിൻ്റെ ഗ്രാഫ് ഉണ്ടായിരിക്കുക. സൈൻ ആവുന്ന സമയത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്കിതിൽ ഇപ്പുറത്തെ സൈഡിൽ എന്ത് കാണിച്ചിട്ടുണ്ട്? കോസിൻ്റെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ബ്ലൂ കളറിലുള്ളത് കോസ് തീറ്റയാണ്, റെഡ് കളറിലുള്ളത് സൈൻ തീറ്റയാണ്. റെഡ് കളറിലുള്ളത് കോസ് സ്ക്വയർ തീറ്റ. ഇവിടെ ബ്ലൂയിലുള്ളത് സൈനും റെഡിലുള്ളത് സൈൻ സ്ക്വയറും. അതേപോലെ തന്നെ ഇവിടെ ബ്ലൂയിലുള്ളത് കോസും
റെഡിലുള്ളത് കോസ് സ്ക്വയറും. ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ ഇപ്പം ഈ ഗ്രാഫിനെ ജസ്റ്റ് ഒന്ന് നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ പൈയുടെ ടേമിൽ പറയുകയാണെങ്കിൽ ഇവിടെ 0 ആണ്. ഇവിടെ എത്തുന്ന സമയത്ത് അതായത് 180 ആംഗിൾ, അപ്പോൾ ഇവിടെ എത്തുമ്പോൾ പൈ ആയിരിക്കും. ഈ പോയിന്റിൽ 2π ആയിരിക്കും. പൈയുടെ ആക്ച്വൽ വാല്യൂ എത്രയാണ്? 3.14. അപ്പോൾ 3.14ൻ്റെ പോർഷൻ. ഇനി ഇവിടെ മാക്സിമം സൈൻ മാക്സിമം എത്തുന്നത് π/2 അല്ലെങ്കിൽ 90 മാക്സിമം എത്തുന്നത്. പിന്നെ പൈയിൽ മിനിമം വരും. ഇനി അടുത്ത 3π/2 അല്ലെങ്കിൽ 270 എത്തുന്ന സമയത്ത് നെഗറ്റീവ് മിനിമം ആണ് വരിക. അത് എത്രയിലാണ്? 3π/2. ഇനി 2πയിൽ വീണ്ടും മിനിമം. അപ്പം ഇതാണ് ഒരു ഒട്ട വേവ് ആയിട്ട് വരുന്നത് അല്ലേ? ഇനി കോസിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം 0ൽ അവിടെ മാക്സിമം ആയിരിക്കും. പിന്നെ π/2ൽ ഇത് 0, ഇവിടെ π/2ൽ മിനിമം ആയിരിക്കും. ഇനി പൈ എത്തുന്ന സമയത്ത് നെഗറ്റീവ് മാക്സിമം ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് മാക്സിമം. ഇനി അടുത്ത പോയിന്റ് ഇവിടെ 3π/2 എത്തുന്ന സമയത്ത് വീണ്ടും എന്തായിരിക്കും? കാരണം π/2ൻ്റെ മൾട്ടിപ്പിൾ ആവുന്ന സമയത്തൊക്കെ അവിടെ മിനിമം ആയിരിക്കും. മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് മിനിമം, അതായത് 0 ആയിരിക്കും. ഇവിടെ പൈയിൽ -1, 0ൽ 1, ഈ രൂപത്തിലാണ് ആ വേവ് വാരി ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഇനി സൈൻ സ്ക്വയർ നോക്കുക, അതേപോലെ തന്നെ കോസ് സ്ക്വയറിനും ഇവിടെ ഈ പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ആവുന്ന സമയത്തും മിനിമം ആവുന്ന സമയത്തും എന്ത് തന്നെയാണ്? ഇവിടെ പോസിറ്റീവ്, അതായത് ഏറ്റവും നെഗറ്റീവ് മാക്സിമം ആവുന്ന സമയത്തും പോസിറ്റീവ് മാക്സിമം ആവുന്ന സമയത്തും സൈൻ സ്ക്വയറിൻ്റെ വാല്യൂ മാക്സിമം തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ ഈ രൂപത്തിലാണ്. ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് ആവറേജ് ആണ് കാണേണ്ടത്. അതായത് ഈ വേവിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് ആവറേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫിൻ്റെ ടോട്ടൽ ഏരിയ, അതായത് ആ ഗ്രാഫ് ഇത് ചെയ്യുന്ന ഏരിയ എന്നുള്ള ക്വാണ്ടിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് മുതൽ, അതായത് ഒരു വേവ് വരുന്ന അല്ലെങ്കിൽ ഫോർ എ പീരീഡ് ഒരു സൈക്കിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഹാഫിൽ പോസിറ്റീവ്, അടുത്ത ഹാഫിൽ നെഗറ്റീവ്. അതായത് ഇവിടെ എത്ര പോസിറ്റീവ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അത്ര തന്നെ ഇവിടെ നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ വരും, അത് ക്യാൻസൽ ചെയ്യും. അത് നമുക്ക് മാത്തമെറ്റിക്കലി കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടി വരിക? അതായത് ഒരു ആവറേജ് എങ്ങനെയാണ് നമ്മൾ കാണുക? ടോട്ടൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ട് എത്രയാണ് എടുത്തെങ്കിൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു വേവാണ് എടുക്കുന്നത്. ഏത് വരെയുള്ള കോൺട്രിബ്യൂഷനാണ്? 2π വരെയുള്ള ഭാഗം. അതിൽ ഇത് ഏതിൻ്റെ ഗ്രാഫാണ്? സൈനിൻ്റെ ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? അതായത് 1/2π. അതായത് ആക്ച്വലി ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ഈ ഗ്രാഫിനെ ഇത് മുതൽ ഇതുവരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി 2π കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അതായത് 2π എന്നുള്ള ഇൻ്റർവെല്ലിൽ നമ്മൾ 0 to 2πയിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു? 2πയിൽ അതിൻ്റെ ആവറേജ് കാണാണ്. അത് ടോട്ടൽ 2πയിലാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് 2π കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ഒരു ഗ്രാഫിന് നോക്കുമ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ഹാഫിലും രണ്ടാമത്തെ ഹാഫിലും ഇതിൻ്റെ വാല്യൂസ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ ഹാഫ് വരെ പൈ ആണ്. ആ പൈ വരെ ലിമിറ്റിന്, അതായത് 1/2π 0 to 2π സൈൻ തീറ്റ ഡി തീറ്റ എന്നുള്ള ഇൻ്റഗ്രലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. 0 to പൈയും π to 2πയും ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി കാരണം ഇവിടെ രണ്ട് ഭാഗത്തും സൈനിൻ്റെ വാല്യൂസിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് നമ്മൾ ആ രൂപത്തിൽ മാറ്റിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു?
ഇവിടെ 0 to pi sin theta d theta പ്ലസ് പൈ ടു 2 pi sin theta d theta. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 to pi എന്നുള്ളത് ലിമിറ്റാണ്. സൈൻ തീറ്റേൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് തീറ്റയാണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ആദ്യം കോസ് പൈ എന്നുള്ളത് -1 ആണ്. മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ പ്ലസ് ആയി. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്, ഇവിടെ ഒരു മൈനസും ഉണ്ട്. ദെൻ കോസ് 0 1 ആണ്, അപ്പോൾ +1 വന്നു. ഇനി അടുത്ത അപ്പോൾ 1 + 1 വന്നു. ഇനി ഇവിടെ പൈ മുതൽ 2 pi വരെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതിൽ 2 പൈയിൽ എന്താ വാല്യൂ? 2 പൈയിൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ഓൾറെഡി സൈൻ ഉള്ളത് കൊണ്ട് -1. ഇനി പൈയിൽ -1 ആണ്, ഇവിടെ ഒരു മൈനസും പിന്നെ ലിമിറ്റിൻ്റെ രണ്ടാമത്തെ ലോവർ ലിമിറ്റ് ആയതുകൊണ്ടുള്ള ഒരു മൈനസും, ദെൻ ഇവിടെ -2 വരും. അപ്പോൾ 2 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് സൈനിൻ്റെ ആവറേജ് 0 ആണ്. ഇതേപോലെ തന്നെയാണ് കോസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാലും. കോസ് തീറ്റയിൽ നമ്മൾ ഇവിടെ ഒരു ലിമിറ്റ് ആദ്യം, പിന്നെ അതിന് ശേഷം ഇവിടെ ഒരു ലിമിറ്റ്, വീണ്ടും ഇവിടേക്ക് 3 ലിമിറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതേ റിസൾട്ട് തന്നെ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? 0 ഒബ്റ്റെയിൻ ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ക്വാർട്ടർ പോർഷൻ, ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ക്വാർട്ടർ പോർഷൻ, അത് രണ്ടും പോസിറ്റീവും ഇവിടെ മിഡിൽ പോർഷൻ നെഗറ്റീവും ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ടോട്ടൽ നമുക്ക് എന്തായിട്ട് കിട്ടും? 0 ആയിട്ട്. ഇനി നമുക്ക് സൈൻ സ്ക്വയറിൻ്റെ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ, സൈൻ സ്ക്വയറിൽ എല്ലാം നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ഹാഫിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആവറേജ് കാണണമെന്നുണ്ടെങ്കിൽ, കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഇതുവരെ ചെയ്താൽ മതി. ഓക്കെ, അതല്ലെങ്കിൽ 2 പൈയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും 2 പൈയിൽ ചെയ്യണം, അതേപോലെ തന്നെ ഇവിടെയും 2 പൈയിൽ ചെയ്യണം. ഓക്കെ, കാരണം ഇവിടെ ഉള്ള ഷേപ്പും, അതായത് ഇവിടെ ഒരൊറ്റ വേവ്, റിപ്പീറ്റ് ചെയ്യുന്ന വേവ് ഇതാണ്, അതുകൊണ്ട് ഇതുവരെ ചെയ്താലും മതിയാവും. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് 1/π 0 to π sin square theta d theta. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π 0 to π. സൈൻ സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ 1 - cos 2 theta ഡിവൈഡഡ് ബൈ 2 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 0 to π 1/2 d theta മൈനസ് cos 2 theta by 2 d theta. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ആണ് വരിക, അല്ലേ? സൈനിൻ്റെ സൈൻ 2 theta എന്നുള്ള ക്വാണ്ടിറ്റി വന്നു കഴിഞ്ഞാൽ അത് 0ലും പൈയിലും അത് എന്ത് ചെയ്യും? വാനിഷ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം നോക്കേണ്ട കാര്യമില്ല. ദെൻ ഇവിടെ നോക്കുക, 1/π ഔട്ട് സൈഡിൽ നിൽക്കുന്നുണ്ട്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 തീറ്റ എന്നാണ് കിട്ടുക. ആ 1/2 തീറ്റയിൽ നമ്മൾ അപ്പർ ലിമിറ്റ് പൈ കൊടുത്താൽ മതി, ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പർ ലിമിറ്റ് പൈ കൊടുത്തു, 1/2 ഇൻറ്റു പൈ ക്യാൻസൽ ചെയ്ത് 1/2 കിട്ടി. ഇനി ഇതേ കാര്യം നമ്മൾ 1/2 പൈയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? കാരണം ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 1/2 എന്നുള്ള ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏതുവരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? 0 to π പോരാ, 0 to 2π വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേഷൻ ലിമിറ്റിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 1/2π എന്നുള്ള ക്വാണ്ടിറ്റി നമ്മൾ ഔട്ട് സൈഡിൽ നിർത്തി. ഇൻ്റഗ്രലിനെ ആദ്യം നമ്മൾ 0 to π ആയിട്ടും പിന്നെ അതേപോലെ തന്നെ പൈ മുതൽ 2π വരെയുള്ള ലിമിറ്റായിട്ടും രണ്ടാക്കിയിട്ട് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഇതിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്തായിരിക്കും? ഫസ്റ്റ് ഭാഗത്ത്, അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത ഭാഗത്ത് നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? 0 to πയിൽ നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഉള്ളിലെ ഭാഗത്ത് എന്തായിരുന്നു വന്നത്? π/2 ആണ് വരിക. ഓക്കെ, ഇവിടെ ഒരു π/2 വരും, അല്ലേ?
അപ്പോൾ ഇവിടെ ഒരു π/2 വന്നിട്ടുണ്ട്, ഇവിടുത്തെ ഒരു π/2 ഉണ്ട്. അപ്പോൾ നമുക്ക് 1 ടോട്ടൽ റിസൾട്ട് കിട്ടുക π/2 π/2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ π ആയിരിക്കും. ദെൻ 1/2π ഇൻറ്റു π ആണ് വരിക. അപ്പോൾ π ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാലും 1/2 തന്നെയാണ് റിസൾട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതേപോലെ കോസ് സ്ക്വയറിൻ്റെ ചെയ്ത് കഴിഞ്ഞാലും സെയിം ഇതേപോലെ തന്നെയാണ് വരിക. കോസ് സ്ക്വയറിൻ്റെ ആവറേജ് നോക്കിക്കഴിഞ്ഞാലും 1/2 ആയിരിക്കും. അപ്പോൾ സൈൻ സ്ക്വയറിൻ്റെയും കോസ് സ്ക്വയറിൻ്റെയും ആവറേജ് 1/2 ആണ്. സൈൻ തീറ്റ കോസ് തീറ്റ ആവറേജ് എന്താണ്? 0 ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആവറേജ് പൊട്ടൻഷ്യൽ എനർജിയും ആവറേജ് കൈനറ്റിക് എനർജിയും വാല്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ആവറേജ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ഹാഫ് KA² ഇൻറ്റു കോസ് സ്ക്വയർ ω0t + 5 എന്നുള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ആ എക്സ്പ്രഷന് നമ്മൾ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ, കാരണം ഹാഫിൻ്റെ ആവറേജ് ഹാഫ് തന്നെയാണ്, കെയുടെ കോൺസ്റ്റൻറ്റുകളുടെ ഒക്കെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും. നമുക്ക് ആവറേജ് എടുക്കാനുള്ളത് കോസ് സ്ക്വയർ ω0t + 5. ഒരു ആംഗിളിൽ ഉള്ളിലിരിക്കുന്ന ക്വാണ്ടിറ്റി എന്തായി കഴിഞ്ഞാലും ഇത് കോസ് സ്ക്വയറിന്റെ വാരിയേഷൻ ആണ്. കോസ് സ്ക്വയർ എന്നുള്ള ഒരു വേവിന്റെ വാരിയേഷൻ ആണ്. അതുകൊണ്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 1/2 ആയിരിക്കും. ദെൻ 1/4 KA² കിട്ടി. ഇനി ആവറേജ് കൈനറ്റിക് എനർജി ചെയ്ത് കഴിഞ്ഞാലും സൈൻ സ്ക്വയറിന്റെ ആവറേജ് 1/4 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് 1/4 KA². അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ആവറേജ് ആണെങ്കിലും പൊട്ടൻഷ്യൽ എനർജിയുടെ ആവറേജ് ആണെങ്കിലും രണ്ടും സെയിം ആണ്. ഓക്കെ, ഇത് എപ്പോൾ മാത്രമേ നടക്കുള്ളൂ? ഫ്രിക്ഷൻ ഇല്ലാത്ത സമയത്ത് മാത്രമാണ് ഇത് പോസിബിൾ ആവുന്നത്. ദ ടൈം ആവറേജ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് ആർ ഈക്വൽ വെൻ ഫ്രിക്ഷൻ ഈസ് പ്രസന്റ്. ദിസ് ഈസ് നോ ലോങ്ങർ എക്സാക്ട്ലി ട്രൂ. അതായത് ഫ്രിക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആവില്ല, അവിടെ ഒരു ലോസ് എന്തായാലും വരും. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഇവിടെ നിർത്താണ്. ഓക്കെ, അടുത്ത ദിവസം, അതായത് നമുക്ക് ഹാർമോണിക് ഓസിലേറ്ററിൽ നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ അടുത്ത ദിവസം നമ്മൾ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.